വാട്ട് ഈസ് അപ്പ് ഗായ്സ്, വീണ്ടും അതിമനോഹരമായ പുതിയൊരു വ്ളോഗിൽ നിങ്ങൾക്ക് ഏവർക്കും സുസ്വാഗതം. ഗായ്സ്, നമ്മുടെ കൂടെ ഇന്ന് ക്യാപ്റ്റൻ അമേരിക്ക ഉണ്ട്. ക്യാപ്റ്റൻ അമേരിക്കയെ സാക്ഷ്യമാക്കിയാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ഗായ്സ്, ഒട്ടും താമസിപ്പിക്കാനില്ല, വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഗായ്സ് എനിക്ക് ആദ്യമായിട്ട് നിങ്ങൾക്ക് പറയാനുള്ള കാര്യം തീർച്ചയായും ഗായ്സ് നന്ദി പറയാനുണ്ട്. കാരണം ചാനൽ അധികം നല്ലപോലെ ഗ്രോത്ത് ആവുന്നുണ്ട്. നിങ്ങളെല്ലാവരും വീഡിയോസ് കാണുന്നുണ്ട്, നിങ്ങളെല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യമേ തന്നെ നിങ്ങൾക്ക് നന്ദി പറയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളെല്ലാം ഞാൻ വീണ്ടും പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഗൈസ്, നമ്മുടെ കൈവശം റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് 350 2017 മോഡലാണ്. കണ്ടിട്ട് തന്നെ കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നുന്നില്ലേ നിങ്ങൾക്ക്? ആ ഒരു ചെറിയൊരു യുണീക്ക് ലുക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ? ഇത് 2017 മോഡലാണ്, റോയൽ എൻഫീൽഡാണ്. അപ്പോൾ നമ്മുടെ സുഹൃത്തിൻ്റെ വണ്ടിയാണ്. ഒരുപാട് കാര്യം ഞാൻ ഒരുപാട് വാഹനം ഓടിച്ചിട്ടുള്ളതാണ്. ഈ വണ്ടി ഒരുപാട് റൈഡും കാര്യങ്ങളൊക്കെ പോയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ സ്വന്തം വണ്ടി പോലെയാണ് ഞാനും സുഹൃത്തും എന്തായിരുന്നാലും കാണുന്നത്. നമ്മുടെ സുഹൃത്തിൻ്റെ വണ്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ സ്വന്തം വണ്ടി പോലെയാണ്. എന്തായിരുന്നാലും നമുക്ക് ഇന്നത്തെ ഇതിൻ്റെ വിശേഷങ്ങളെല്ലാം നമുക്ക് ഇതിലൂടെ പങ്കുവയ്ക്കാം. അതുപോലെ തന്നെ ഗൈസ്, ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളോ അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം. നമുക്ക് നല്ലൊരു കോൺവെർസേഷൻ ആക്കി മാറ്റി എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കാദ്യം ഇതിൻ്റെ വിലയിൽ തന്നെ നമുക്ക് ക്ലച്ച് പിടിച്ച് പോകാം. ഗൈസ്, 2017 എടുത്ത ബുള്ളറ്റ് 350 ആണ്. ഫസ്റ്റ് എടുത്ത വണ്ടിയാണ്. ഞാൻ പലപ്പോഴും ഇവിടെ വണ്ടി സെക്കൻഡ് വണ്ടി കൊണ്ടുവരുന്ന ഒരു ചെറിയൊരു ക്യാരക്ടർ നിങ്ങൾ കാണുന്നുണ്ടാകും. പക്ഷേ ഇതല്ല, അങ്ങനെയല്ല. ഇത് ഫസ്റ്റ് എടുത്ത വണ്ടിയാണ്, 2017 എടുത്ത വണ്ടിയാണ്. അന്ന് ഇതിൻ്റെ റേറ്റ് എനിക്ക് നമ്മുടെ ഓർമ്മ ശരിയാണെങ്കിൽ 1,48,000 ഓക്കെ, 1,48,000 അന്നത്തെ വില. ഇന്നത്തെ വില എന്ന് പറഞ്ഞാൽ ഏകദേശം ബുള്ളറ്റ് 350ക്ക് എനിക്ക് തോന്നുന്നു ഒരു 2,10,15 അങ്ങനെ എന്തോ റേറ്റ് ഇപ്പോൾ നിലവിലുണ്ട്. നമ്മുടെ ബുള്ളറ്റ് 350 ആണ്. ക്ലാസിക്കിലൊക്കെ നല്ല വിലയുണ്ട്. എന്തായിരുന്നാലും ബുള്ളറ്റ് 350ക്ക് 2017 വില അത്യാവശ്യം ഒരു അഫോർഡബിൾ റേറ്റിലായിരുന്നു. ഇപ്പോൾ എന്തായാലും 2,00,000 മുകളിലുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ റേറ്റ് ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞതാണ്, റേറ്റൊന്നും നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. എന്തായാലും ഇൻഫ്ലേഷൻ പല കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് എല്ലാത്തിനും വില കൂടുതലാണ്. അപ്പോഴേക്കും അത് നമ്മളതനുസരിച്ച് മൂവ് ചെയ്യുക. അത് തന്നെ ഞാൻ ഇതിൽ ഇപ്പോഴും പറയുന്നുണ്ടത്. പിന്നെ ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. നിങ്ങൾക്കിത് കണ്ടോ, ഇതിൽ സ്റ്റാർട്ട് എഞ്ചിനില്ല. അയ്യോ, അതവിടെ കേട്ടക്കിട്ട് നമുക്ക് പിന്നെ എടുക്കാം. ക്യാപ്റ്റൻ അമേരിക്ക ഇപ്പോൾ ഭയങ്കര കലിപ്പിലാണ്. അപ്പോൾ ഗൈസ്, നമുക്ക് പറഞ്ഞു തുടങ്ങാം. ഈ എഡിഷൻ വണ്ടിയിൽ നിങ്ങൾക്കിവിടെ സെൽഫും കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല. അത് നിങ്ങൾ ആലോചിക്കണം. ഓക്കെ, എനിക്ക് തോന്നുന്നു രണ്ട് എഡിഷൻ ഇറക്കിയിരുന്നു. സെൽഫ് ഉള്ളതും സെൽഫ് ഇല്ലാത്ത എഡിഷനും ഒന്ന് ഇറക്കിയിരുന്നു. നമ്മൾ സെൽഫ് ഇല്ലാത്ത എഡിഷനാണ്. വെൽ മെയിൻറ്റെയിൻ, അത് വളരെ ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തൊരു വണ്ടിയും കൂടെയാണ്. അതുകൊണ്ട് അത് നിങ്ങൾക്ക് തന്നെ കണ്ടാൽ തന്നെ അറിയാം, അതിൻ്റെ ക്വാളിറ്റി ഇതിനുണ്ട്. പിന്നെ ഇതിൽ പറയേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ വണ്ടിക്ക് ഡിസ്ക് ബ്രേക്കൊന്നുമില്ല. ഓക്കെ, ഡ്രം ബ്രേക്കാണ്. ആ ഒരു 2017 പോലും ക്ലാസിക് 350 ഡിസ്ക് ബ്രേക്ക് എല്ലാം അവൈലബിൾ ആയിരുന്നു. പക്ഷേ ഈ വണ്ടിക്ക് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഡിസ്ക് ബ്രേക്കൊന്നും ഇതിന് അവൈലബിൾ അല്ല. ഇതിനും ബാക്കിൽ ഉണ്ടാകുന്ന വെച്ചാൽ ഡിസ്ക് ബ്രേക്കൊന്നും ഇതിന് അവൈലബിൾ അല്ല. പക്ഷേ ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഡിസ്ക് ബ്രേക്ക് അവൈലബിൾ ആയിട്ട് തന്നെയാണ് വണ്ടിയും കാര്യങ്ങളെല്ലാം വരുന്നത്. നമ്മുടെ ഈ റോയൽ എൻഫീൽഡ് 350 ബ്രേക്ക് എന്ന് പറയുമ്പോഴത്തേക്കും പല ടൈമിലും തീർന്നു പോകുന്നൊരു ഒരു ക്യാരക്ടർ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിപ്പോൾ ബ്രേക്ക് ആയിരുന്നാലും ബ്രേക്ക് പാഡായിരുന്നാലും ബ്രേക്ക് ഷൂ ആയിരുന്നാലും പെട്ടെന്ന് അങ്ങ് തീർന്നു. ഓക്കെ, പിടിച്ചാന്നും കിട്ടത്തില്ല നിങ്ങൾക്ക്. ചിലപ്പോൾ ഇതിപ്പോൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞ അത്യാവശ്യം വെൽ മെയിൻറ്റെയിൻ വണ്ടിയാണ്. ഇതിപ്പോൾ അത്യാവശ്യം നല്ല ടൈറ്റ് ഉണ്ട്. ഇത് ഇങ്ങ് താന്നങ്ങ് പോകുന്ന പല ഫീച്ചറും നമുക്ക് കണ്ടിട്ടുണ്ട്. ക്ലാസിക് 350 നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിലും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. പക്ഷേ ഇത് വെൽ മെയിൻറ്റെയിൻ ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അതുകൊണ്ട് ബ്രേക്കിന് വലിയ സീനില്ല. വന്നാലും നമ്മളത് മാനേജ് ചെയ്ത് പോകാറുണ്ട്. അതൊരു കാര്യം. അതുമാത്രമല്ല, ടാങ്ക് കപ്പാസിറ്റി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 13 ലിറ്റർ ടാങ്കാണ്. പിന്നെ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊക്കെ ഫുള്ള് കൈ കൊണ്ട് വരയ്ക്കുന്ന മനുഷ്യരുടെ കലാവിരുതുകളാണ്. തീർച്ചയായിട്ടും അത് നല്ലതെന്ന് തന്നെ ഞാൻ പറയും. എനിക്കത് ഇഷ്ടമാണ്. പിന്നെ പഴയ ഈ എംബ്ലവും കൂടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പഴയ എംബ്ലം ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഇത് സ്ക്രൂ ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ടാങ്കുമായിട്ട് ഒട്ടി വരുന്ന ഒരു സാധനമാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. ഞാനത് കൊള്ളാം. ഇതും അങ്ങനെ തന്നെയാണ്. അതായത് ഇത് കൊള്ളാം, ഇത് മോശമെന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു എംബ്ലം കൂടെയാണ്. ഓക്കെ, എൻ്റെ ഇഷ്ടമുള്ള ഒരു സ്റ്റാൻഡേർഡും കൂടെ തന്നെയാണിത്. അത് വേറൊരു കാര്യം. പിന്നെ ഗൈസ്, നമുക്ക് സീറ്റിൻ്റെ കാര്യം പറയാനുണ്ട്. സീറ്റിൻ്റെ കംഫർട്ട് പറയാമെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലെന്നേ പറയുന്നത്. ഞാൻ മുമ്പും നമ്മുടെ 350 2021 മോഡൽ ഞാൻ ചെയ്തിട്ടുണ്ട്. 20 മോഡലാണെന്ന് അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും സെയിം കാര്യം തന്നെയാണ് ഈ സീറ്റ്. അതിനും പറയാണ്ട് ഇപ്പോഴും പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എത്ര ലോങ് പോയായിരുന്നാലും നടുവേനോ അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. സീറ്റ് അത്ര ഒരു കുഷൻ. നമ്മൾ കറക്റ്റ് പറഞ്ഞാൽ നമ്മൾ ഈ സോഫയിൽ നമ്മൾ കയറിയിരിക്കത്തില്ലേ, അതേ സെയിം ഫീല് തന്നെയാണ് ഇതിനും കിട്ടുന്നത്. നമ്മളൊരു കറക്റ്റ് ഒരു സോഫയിൽ കയറി വളരെ രാജകീയമായിട്ട് യാത്ര ചെയ്യുന്നു. അത് തന്നെയാണ് ഇതിലും.
പിന്നെ ഇതാ ഇതിൻ്റെ ഹാൻഡിലും കൂടെ എനിക്ക് പറയാനുണ്ട്. ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ സാധാ നമുക്ക് കറക്റ്റ് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യാന്നൊരു പ്രശ്നം വരുന്നുണ്ട്. പക്ഷേ ഇതിനങ്ങനെയൊന്നുമല്ല. ഇത് കുറച്ചും കൂടെ മുകളിലോട്ടാണ്. സീറ്റിൽ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം കുറച്ചും കൂടെ മുകളിലോട്ടാണ്. അത്യാവശ്യം നല്ലൊരു സ്ട്രെയിറ്റ് ആയിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇരുന്ന് പോകാനുള്ളൊരു ഫീല് തന്നെയാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഹാൻഡിലിന് വൊബിളിങ് കാര്യങ്ങൾ പല വണ്ടികൾക്കും വരുന്നുണ്ട്. കാരണം വെച്ചാൽ ഇവിടെ നിങ്ങൾ കോണും ബോളും പോകുന്ന ചെറിയൊരു സെറ്റപ്പ് പല വണ്ടികളും പോകുന്നുണ്ട്. പക്ഷേ അതുപോലെ ഒരു ചെറിയൊരു വൈബ്രേഷനും കാര്യങ്ങളും ഹാൻഡിലും വരുന്നുണ്ട്. ഇതിലും വരുന്നുള്ളൊരു കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതിൽ എന്താ ഭാഗ്യം വെച്ചാൽ അങ്ങനത്തെ ഒരു കാര്യം ഇതുവരെ വന്നിട്ടില്ല. മിററിൽ വൈബ്രേഷനും വരുന്നുള്ള പല വണ്ടികളും അങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനും അങ്ങനെ വന്നിട്ടില്ല. പക്ഷേ ഇതിന് ടാപ്പറ്റ് സൗണ്ട് ഉണ്ട്. ഓക്കെ, ടാപ്പറ്റ് നോയ്സ് ഭയങ്കരമായിട്ടുണ്ട്. എൻജിൻ വൈബ്രേഷനും ഉണ്ട്. ഇത് രണ്ടും ഈ വണ്ടിക്ക് എന്താ പറയുക അവൈലബിളാണ്. അതായത് ഓഡിയബിളാണ്. ഇത് രണ്ടും ഇതിനുണ്ട്. നല്ല ലോങ് പോകുമ്പോൾ നല്ല വണ്ടി ഓട്ടിക്കുമ്പോഴത്തേക്കും കറക്റ്റ് ആ ടാപ്പറ്റ് സൗണ്ട് ടക്ക് 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 എന്ന് നന്നായിട്ട് ഓഡിയബിളായിട്ട് കേൾക്കും. എൻജിൻ വൈബ്രേഷൻ നമുക്കത് ചെറുതായിട്ട് കേൾക്കാറുണ്ട്. അത് പക്ഷേ നെഗറ്റീവായിട്ടല്ല, എന്നാലും നെഗറ്റീവാണെന്ന് വെച്ചാൽ നെഗറ്റീവാണ്, എന്നാലും കുഴപ്പമില്ല. നമുക്കത് അത്യാവശ്യം ക്ലച്ച് പിടിച്ച് പോവാം. ഓക്കെ, നമുക്കത് പിക്കപ്പ് ചെയ്ത് പോവാം. പിന്നെ നമ്മുടെ സൈലൻസർ ഒന്നും മാറ്റിയിട്ടില്ല. സൈലൻസർ നിങ്ങൾക്ക് അറിയാമല്ലോ, വണ്ടി നമ്മുടെ റോയൽ എൻഫീൽഡ് സൈലൻസർ എന്ന് പറയുമ്പോഴേക്കും അത്യാവശ്യം നമ്മളെന്താ പറയുക നമുക്ക് തുരുമ്പ് പിടിക്കുന്ന ഒരു സാഹചര്യം പലപ്പോഴും വന്നിട്ടുണ്ട്. പക്ഷേ ഈ വണ്ടിക്ക് അങ്ങനെ ഇതുവരെ വന്നിട്ടില്ല. എന്താ പറയുക ആ സെയിം സാധനം തന്നെയാണ് വെച്ചിട്ടുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ല. അത്യാവശ്യം അത് തന്നെ ഇരിക്കുന്നുണ്ട്. തുരുമ്പ് ഇതുവരെ വന്നിട്ടില്ല. അതെന്തോ ഭാഗ്യം കൊണ്ടെന്നൊക്കെ പറയാം. ഓക്കെ, എന്നാൽ നല്ല സൈലൻസർ മാറ്റേണ്ട ഒരു ആവശ്യമൊന്നും ഇത് വന്നിട്ടില്ല. പിന്നെ ഓൾട്രേഷൻ കാര്യങ്ങൾ അങ്ങനെ വെച്ചിട്ടില്ല. ക്രാഷ് ഗാർഡ് നോക്കിയാൽ ആ സെയിം ക്രാഷ് ഗാർഡ് തന്നെയാണ് വെച്ചാൽ പല വണ്ടികളും നമ്മൾ റോപ്പ് ചുറ്റിയിട്ടും അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ഈ ക്രാഷ് ഗാർഡ് മാറ്റിയിട്ട് വേറെ എന്താ പറയുക പഴയ വിൻറ്റേജ് ക്രാഷ് ഗാർഡ് വാങ്ങിക്കുന്നത് കൊണ്ട് ഇതൊന്നും അങ്ങനെ വെച്ചിട്ടില്ല. സെയിം തന്നെയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഗൈസ് നമുക്ക് കീയുടെ കാര്യം പറയാനുണ്ട്. കീയുടെ കാര്യം പറയണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. പല വണ്ടിക്കും കീ എന്ന് പറഞ്ഞാൽ വളരെ ലൂസായിട്ട് ഇതിങ്ങനെ കിടന്ന് അടിക്കുന്ന ഒരു ചെറിയൊരു ക്യാരക്ടർ കാണാൻ നമുക്ക് സാധിക്കും. പക്ഷേ ഇതിന് അങ്ങനെ ഒരു പ്രശ്നമില്ല. എന്തായിരുന്നാലും അങ്ങനെ വരുമ്പോഴേക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 7 രൂപ 5 രൂപയൊക്കെ റേഞ്ച് ആവും. അതൊക്കെ മാറ്റി വയ്ക്കുക. എന്തായിരുന്നാലും അതങ്ങനെ പ്രശ്നമൊന്നും വന്നിട്ടില്ല. പിന്നെ ഇത് 42,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2017 എടുത്ത വണ്ടിയാണ്. 42,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. എന്തായിരുന്നാലും അധികം ഓട്ടം ഉണ്ട്, എന്നാലും അധികം ഓട്ടം ഇല്ല. പിന്നെ ലോങ്ങൊക്കെ അത്യാവശ്യം നമ്മൾ പോയിട്ടുണ്ട്. ഇതിൻ്റെ ക്ലച്ച് കേബിൾ ഇടയ്ക്ക് പൊട്ടിയിട്ടുണ്ട്. അത് പല വണ്ടിക്കും അങ്ങനെ വന്നിട്ടുണ്ട്. ക്ലച്ച് കേബിൾ പണ്ട് ലോങ് പോയപ്പോൾ പൊട്ടിയിട്ടുണ്ട്. എന്തായിരുന്നാലും അതെനിക്ക് തോന്നുന്നു 500 രൂപയൊക്കെ ആകുമെന്ന് തോന്നുന്നു. ക്ലച്ച് കേബിൾ 500 രൂപയ്ക്ക് ആ റേഞ്ചിൽ ആവുന്നുണ്ട്. എന്തായിരുന്നാലും അത് ഒരു ചെറിയൊരു കംപ്ലയിൻ്റ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അത് കഴിഞ്ഞിട്ട് ലോങ് പോകുമ്പോഴത്തേക്കും നടുവേനോ കാര്യങ്ങളൊന്നും വരുന്നിട്ടില്ല. വണ്ടി അടാറ് കംഫർട്ടാണ്. ഞാൻ പറഞ്ഞത് ഈ ഒരു സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വണ്ടി അടാറ് കംഫർട്ടാണ്. വണ്ടിക്ക് മൈലേജ് നിങ്ങൾ അധികം പ്രതീക്ഷിക്കരുത്. ഓക്കെ, വണ്ടിക്ക് മൈലേജ് 30-35 അകത്തൊക്കെ കിട്ടാറുള്ളൂ. വലിയ മൈലേജ് നമ്മളിത് റോയൽ എൻഫീൽഡാണ്. ഓക്കെ, വലിയ മൈലേജ് ഒന്നും പ്രതീക്ഷിക്കരുത്. അതൊരു ഫാക്റ്റാണ് നിങ്ങൾ എടുത്തോ. പിന്നെ വേറൊരു കാര്യം, സർവീസിനൊക്കെ 2500 അകത്തൊക്കെ ആവത്തുള്ളൂ. 2500-നകത്തൊക്കെ സർവീസും കാര്യങ്ങളൊക്കെ ആവത്തുള്ളൂ. എൻജിൻ ഓയിൽ എനിക്ക് തോന്നുന്നു 1500 ആണെന്ന് തോന്നുന്നു. എന്തായിരുന്നാലും ആ ഒരു അത്യാവശ്യം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നൊരു എന്താ പറയുക റേഞ്ചിലാണ് സാധനം. വലിയ കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് അത്യാവശ്യമൊക്കെ എന്താ ഹാൻഡിലബിളാണ് പല കാര്യങ്ങളും. അതൊരു കാര്യം. വണ്ടിക്ക് എന്താ പറയുക വലിയ കംപ്ലയിൻ്റ് ഒന്നും ഇതുവരെ അങ്ങനെ അധികം വന്നിട്ടില്ല. ഞാൻ പറഞ്ഞ ടാപ്പറ്റും എൻജിൻ വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ പോലും അധികം കംപ്ലയിൻ്റ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. പല വണ്ടിക്ക് ഇഷ്ടം പോലെ കംപ്ലയിൻറ്റ് എപ്പോഴാണ് വരുന്നുണ്ട്. പക്ഷേ ഇതിനൊന്നും വലിയ കംപ്ലയിൻറ്റ് വന്നിട്ടില്ല. പിന്നെ ബ്രേക്കിന് ഞാൻ പറഞ്ഞല്ലോ, ബ്രേക്കൊക്കെ അത്യാവശ്യം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ബ്രേക്കിനും വലുതായിട്ട് പിന്നെ നമ്മുടെ ഗിയർ ഷിഫ്റ്റിങ്ങും കുഴപ്പമില്ല. അത്യാവശ്യം നമുക്ക് എന്താ പറയുക ടൈറ്റില്ലാതെ പഴം പോലെ തന്നെ നമുക്ക് സ്മൂത്തായിട്ട് തന്നെ വീഴുന്നുണ്ട്. ഗിയർ ഷിഫ്റ്റിങ് അധികം കംപ്ലയിൻറ്റ് പറയാനില്ല. പക്ഷേ ഇതൊക്കെയാണ് നമ്മുടെ ഈ വണ്ടിയുടെ വിശേഷങ്ങൾ. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇനി നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ റോയൽ എൻഫീൽഡ് എടുക്കാൻ താല്പര്യമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുക ക്യാഷ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വണ്ടി എടുക്കുക. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഈ വണ്ടി അത്യാവശ്യം കംപ്ലയിൻ്റ് ഇല്ല എന്ന് പറഞ്ഞ് ഇനി നിങ്ങൾ എടുക്കാൻ പോകുന്നൊരു വണ്ടി അങ്ങനെ ആവണമെന്നില്ല. ഓക്കെ, പല വണ്ടിക്കും പല ക്യാരക്ടറാണ്. ഓരോ വണ്ടിക്കും ഓരോ സ്വഭാവമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടിക്ക് കുറച്ച് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ വേറൊരു വണ്ടിക്ക് കംപ്ലയിൻ്റ് ഒന്നും കാണത്തില്ല. എന്നാൽ വീണ്ടും വേറെ ഉണ്ട് ഇതിനില്ലാത്ത കംപ്ലയിൻ്റ് ആയിരിക്കും അതിനുള്ളത്. ഓക്കെ, ഓരോ വണ്ടിക്കും ഓരോ ക്യാരക്ടറാണ് പലപ്പോഴും എന്താ പറയുക റോയൽ എൻഫീൽഡ് കാണിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, വണ്ടിക്ക് സെൽഫില്ല, അത് ക്രാങ്ക് വെയിറ്റ് ഇതിന് കൂടുതലാണ്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇതിനുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ആലോചിച്ചോ, മനസ്സിലാക്കിക്കോ. ഞാൻ പറഞ്ഞ പിന്നെ വണ്ടി എടുക്കുന്നതാണോ തീർച്ചയായിട്ടും അന്നെടുത്ത ടൈമിൽ ഉറപ്പായിട്ട് എന്താ പറയുക ഓർത്താണ്. പക്ഷേ ഇപ്പോൾ ഒരു 2 ലക്ഷം രൂപ അടുപ്പിച്ച് വിലയുണ്ട്. നമ്മളതും കൂടെ ആലോചിക്കണം. ഓക്കെ, ഞാൻ പറഞ്ഞു വില നോക്കിയിട്ട് ഇനി കാര്യമില്ല. ഇനിയുള്ള കാര്യത്തിൽ താല്പര്യമുള്ള എന്താ പറയുക അങ്ങ് എടുക്കുക, അത്ര തന്നെ. 1 ലക്ഷം രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് സെക്കൻഡ് ഹാൻഡ് കിട്ടുമെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ നിങ്ങൾ ഓട്ടിച്ച് നോക്കുക.
ഓട്ടിച്ച് നോക്കി ഉറപ്പ് വരുത്തുക എഞ്ചിനൊന്നും കംപ്ലയിൻ്റ് ഇല്ല എന്ന് പറഞ്ഞ് ഓട്ടിച്ച് നോക്കുക. തീർച്ചയായിട്ടും ടാങ്ക് നിങ്ങൾ ആലോചിക്കണം. ടാങ്കിലൊക്കെ തുരുമ്പ് പിടിക്കാണ്ടൊക്കെ ക്യാരക്ടർ കൂടുതലാണ്. ഒരുപാട് ദിവസം വണ്ടി ഓട്ടിക്കാതെ വയ്ക്കുന്ന വണ്ടികളാണെങ്കിൽ എന്താ പറയുക തുരുമ്പെടുക്കും. അതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അതൊക്കെ നോക്കി വണ്ടിയെല്ലാം ഉറപ്പ് വരുത്തിയ ശേഷം നിങ്ങൾ എന്താ പറയുക വണ്ടി പുതിയത് എടുക്കുക. അപ്പോൾ അതാണ് എനിക്ക് തരാനുള്ള ഒരു ഉപദേശം. ഐ ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. പിന്നെ എന്താ പറയുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. എന്നെക്കൊണ്ടിൽ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ അത് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. ഓക്കെ, എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഐ ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. ആൻഡ് പീസ് ഔട്ട്.